കേരള രാഷ്ട്രീയത്തിലെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും ലീഡർ എന്നറിയപ്പെടുന്ന കെ കരുണാകരൻ്റെ മകൾ ഇന്നിപ്പോൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ ആരും ഒരു കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ആരുടെയും പ്രതീക്ഷയിലില്ലാത്ത ഒരു ചൂടുമാറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഈ ചൂടുമാറ്റം കൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താനാണോ എന്താണ് ഈ മാറ്റം കൊണ്ട് പത്മജ വേണുഗോപാൽ ഉദ്ദേശിക്കുന്നത്? അല്ലെ, എനിക്കിപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത്, ഇംഗ്ലീഷിലൊരു പഴമൊഴിയുണ്ട്, ഗുഡ് റിഡൻസ് ടു ബാഡ് റബിഷ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് ഷീ ഈസ് നോട്ട് എൻ ഓർഡിനറി വുമൺ ഇല്ലേ? ശ്രീ കെ കരുണാകരൻ്റെ ഒരേ ഒരു മകൾ ഇല്ലേ? എന്ത് കുറവാണ് അവർക്ക് ഈ പാർട്ടി അവർക്ക് വെച്ചത്? അവരുടെ പച്ചൻ മുഖ്യമന്ത്രിയായിട്ട് കേരളം വാഴുന്ന കാലത്ത് തിരുവായ്ക്ക് എതിർവായില്ലാത്തൊരു നേതാവായിരുന്നു അദ്ദേഹം കോൺഗ്രസ്സിൽ. അപ്പോൾ അങ്ങനെ വാഴുന്ന സമയത്ത് എല്ലാ അധികാരങ്ങളും കൈപ്പിടിയിൽ ഒതുക്കി നടന്ന ഒരു വ്യക്തിയാണ്, സ്ത്രീയാണ്, ലേഡിയാണ് സ്വന്തം മകളായ പത്മജ വേണുഗോപാൽ. ഷീ എൻജോയ്ഡ് സോ മച്ച് ഓഫ് പവർ ഇൻ ഹർ ഹാൻഡ്സ് ഇല്ലേ? എന്ത് കുറവ് വെച്ചു കോൺഗ്രസ് പാർട്ടി അവർക്ക്? അവർ 2 പ്രാവശ്യം നിയമസഭാ ഇലക്ഷന് അവരെ നിർത്തി, ലോക്സഭാ ഇലക്ഷന് നിർത്തി, ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് പൊസിഷനിൽ കൊണ്ടുവന്നു, KPCCയുടെ വൈസ് പ്രസിഡൻ്റാക്കി, KPCCയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാക്കി, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മെമ്പറാക്കി. അവർക്ക് ഇതിൻ്റെ അപ്പുറം എന്താ? ജനങ്ങൾ വോട്ട് ചെയ്യാത്തതിന് കൂടെ നിന്നവർ അവരെ ചതിച്ചെന്ന് പറഞ്ഞാൽ, ജനങ്ങൾ ഒരു പ്രദേശത്ത് ഒരു മണ്ഡലത്തിൽ വോട്ട് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഉള്ളത്, അവിടെ എല്ലാ പാർട്ടിയിലുള്ളവരുണ്ട്. അപ്പോൾ ആ പാർട്ടി ഒരു വ്യക്തിയെ ജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം കിട്ടണം. അപ്പോൾ കുറച്ച് 3-4 പേര് കൂടെ നിന്നവർ ചതിച്ചെന്ന് പറഞ്ഞു വെച്ചാൽ പാർട്ടിയെ അവഹേളിക്കുക, പാർട്ടിയെ അനങ്ങാതിരുന്ന് വെച്ച് പോയി BJP. അതും ഈ കേരളത്തിൽ ഒരിക്കലും അല്ല, കേരളത്തിൽ ഈ BJPയുടെ കൂടെ പോകുക എന്ന് വെച്ചാൽ അത് ഒരു ഞെട്ടൽ തന്നെ സംഭവത്തിൽ. അതുകൊണ്ടാണ് ഇപ്പം സ്വന്തം ബ്രദർ പോലും പറഞ്ഞ വർക്ക് അറ്റ് ഹോം ചെയ്യുന്നവർക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ട. ഇതിൻ്റെ അപ്പുറം വാട്ട് ഷീ നീഡ്? ഷീസ് നോട്ട് എ യങ് വുമൺ ഇല്ലേ? ഒരു വലിയ ചെറുപ്പക്കാരിയൊന്നും അല്ലല്ലോ. ഇത്രയും പവറിൽ ഇത്രയും ഗ്ലോറിഫൈഡ് ആയിട്ട് ജീവിച്ച ഒരു വ്യക്തി, ഇത്രയും വലിയ സമ്പത്തിൻ്റെ ഒരു ഉടമ പെട്ടെന്ന് ചാടി പോവുക എന്ന് വെച്ചാൽ ഇത് സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിന് പറ്റിയൊരു പണിയല്ല. അവർ വിചാരിക്കുന്ന അവർ ഓടിപ്പോയില്ല, കൊണ്ടു വിളിക്കുക പക്ഷിയുടെ ഇതാണ് കുലുക്കുമ്പോൾ ലോകം മൊത്തം കുലുങ്ങും എന്ന് പറയുന്നത് എന്താ? കോൺഗ്രസ് പാർട്ടിയിലുള്ള എല്ലാ ആൾക്കാരും കൂടെ അവരുടെ കൂടെ അങ്ങ് പോകുന്നതാണ് ഏറ്റവും വലിയ വിവരദോഷി എന്ന് എനിക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ വേറെ ആർക്കും കിട്ടാത്ത പവേഴ്സ് ഷീ എൻജോയ്ഡ്. അതാണ്. അപ്പോൾ അത്രയും പവേഴ്സ് കിട്ടി. ഇനിയിപ്പോൾ അവർക്ക് എന്താ വേണം? മുഖ്യമന്ത്രി ആവണോ? എന്താ വേണ്ടത്? അതവർ പറയണം ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് കാണിച്ച ഏറ്റവും വലിയ മോശത്തരമാണ് ഈ ഒരു ചതിയാണ്. സ്വന്തം ബ്രദർ തന്നെ പറഞ്ഞു ചതിയാന്ന്. ഇത് ചതി ചെയ്യുന്നവർ ഒരിക്കലും എവിടെയും പോയി രക്ഷപ്പെടത്തില്ല. 1.5 ലക്ഷം രൂപ ശമ്പളത്തിൽ കൊണ്ടെത്തി. അല്ല, ഇപ്പോൾ പത്മജ വേണുഗോപാൽ പോയെന്നും നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ സംസ്ഥാന മന്ത്രി, കേന്ദ്രമന്ത്രി, MP, MLA എന്തെല്ലാം പദവികൾ ഉപയോഗിച്ചാണ് KV തോമസ് ഇപ്പോൾ താണ്ട പോയി ഇടതുപക്ഷത്തിൻ്റെ ഒരു ക്യാബിനറ്റ് റാങ്കോട് കൂടി ഇപ്പോൾ ഡൽഹിയിലിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനകത്ത് ഞെട്ടൽ ഉളവാക്കുന്നില്ലേ? KV തോമസ് ഈസ് എൻ ഓർഡിനറി മാൻ, ഓർഡിനറി ഫെല്ലോ. അത് കണക്കാണ് കെ കരുണാകരൻ്റെ മകള്. കെ കരുണാകരൻ എന്ന് പറയുന്ന ലിപികളിൽ എഴുതപ്പെട്ട ഒരു വലിയ നേതാവ്, അന്തരിച്ചു പോയെങ്കിലും. അപ്പോൾ KV തോമസ് പോയി 1.5 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് അവിടെ ചുമ്മാ കൊണ്ടുപോയി വയസ്സാകാലത്ത് എത്തിയിരിക്കുന്ന പിണറായി വിജയൻ എന്താത്തിന് അസുഖമെന്ന് നമുക്കറിയത്തില്ല. 1.5 ലക്ഷം രൂപ കൊടുത്ത് അങ്ങനെ അവിടെ എന്തായിരുന്നു BJP ആയിട്ട് സംസാരിച്ച് സെറ്റ് ചെയ്യാനാണ് കാര്യങ്ങൾ. അതിനവിടെ ഓഫീസേഴ്സ് ഉണ്ട്, ഓക്കെ. പക്ഷെ പത്മജ വേണുഗോപാൽ പോയെന്ന് പറയുന്ന അത് KV തോമസ് അല്ല, ഇനി ആര് പോയാലും ഒരു ഞെട്ടലുണ്ടാകത്തില്ല. പക്ഷേ ഇവർ പോയത് ഒരു പ്രയാസം പോലെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കരുണാകരൻ്റെ മോഡലായതുകൊണ്ടാണ്. എന്താ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റാൾവേർട്ട് ലീഡേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങളും അവർക്ക് ഒരു പ്രത്യേക പദവിയുണ്ട്. അതുകൊണ്ട് കെ കരുണാകരന് ഒരു പ്രത്യേക പദവിയുണ്ട്. ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേരോടിയ ഒരു വ്യക്തി പ്രഭാവമാണ്. അപ്പോൾ അവരുടെ ഒരേ ഒരു മകൾ, ഇത്രയും വലിയ പദവി ഇരിക്കുന്ന ഒരു മകൾ BJP പോയതുകൊണ്ടല്ല, പാർട്ടി വിട്ട് പാർട്ടി ചതിച്ചുകൊണ്ട് വെളിയിൽ പോയി, പാർട്ടിക്ക് ദോഷം ചെയ്യാൻ വേണ്ടി, പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി. അതൊന്നും നടക്കത്തില്ല, അത് വേറെ കാര്യം. ഒരാൾ പോലും അവരിവിടെ പോകത്തില്ല. അപ്പോൾ ഈ പോയവരെല്ലാ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ KV തോമസ് അല്ലെങ്കിൽ ആര് പോയാലും ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ പത്മജ വേണുഗോപാൽ പോയതുകൊണ്ടാണ്, കരുണാകരൻ്റെ മോളായതുകൊണ്ടാണ്
ഒരു ഞെട്ടൽ പോലെ തോന്നുന്നത്, അത്രേ ഉള്ളൂ.